ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. എനിക്ക് വചനം കാണാതെ അറിയാൻ തോന്നുന്നു. റോമ 8:28 കാണാതെ അറിയാമോ? തന്നെ സ്നേഹിക്കുന്നവർക്ക് പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? എല്ലാം നന്മയ്ക്കാക്കി കർത്താവ് മാറ്റും. അടുത്തിരിക്കുന്ന കയ്യിലൊന്ന് പിടിച്ച്. സഹനങ്ങൾ മാറിയില്ലേലും അത് നമ്മളെ മാറ്റും. പറഞ്ഞേ, ഇന്ന് രാത്രിയൊക്കെ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഞെട്ടി എഴുന്നേക്കണം ഇത് കേട്ടിട്ട്. രാത്രി തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. സഹനങ്ങൾ മാറിയില്ലേലും അത് നിന്നെ മാറ്റും. ചേർന്ന് പറയാം ഹല്ലേലൂയ. ഇത് കർത്താവ് നന്മയ്ക്കാക്കി മാറ്റും. പറഞ്ഞവരോട്, ഈ സഹനം കർത്താവ് നന്മയ്ക്കാക്കി മാറ്റും. വെരി ഗുഡ്. ഇരിക്കും, ശാന്തമായിട്ടിരിക്കും. അല്ലെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന ഒരു വിശ്വാസമാണത്. കർത്താവ് എല്ലാം നന്മയ്ക്കാക്കി മാറ്റും. എല്ലാം, അതിനകത്തൊരു കോംപ്രമൈസ് ഇല്ല. സകലതും കർത്താവ് നന്മയ്ക്കാക്കി മാറ്റും. പക്ഷെ എന്താണ് നന്മ? എന്താണ് നന്മ? ഉത്തരം പറയുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനം കർത്താവ് തരട്ടെ. എല്ലാം അവിടെ നന്മയ്ക്കാക്കി മാറ്റും. എന്ത് നന്മ? ഒരു ഉദാഹരണം നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടാൻ. ഇപ്പോൾ നിങ്ങൾക്കൊരു 10 ലക്ഷം രൂപ കടമുണ്ട്. അതൊരു സങ്കടമാണ്, ശരിയാണോ? 10 ലക്ഷം ഒന്നും ഒരു ഇഷ്യൂ അല്ലല്ലേ? സോറി, ഞാൻ നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഒരു കോടി രൂപ കടം, അതൊരു പ്രശ്നമാണോ? ആണ്. നിങ്ങളല്ലെന്ന് പറഞ്ഞാലും അതാണ്. 1000 രൂപ തിരിച്ചു കൊടുക്കാതെ കഷ്ടപ്പെടുകയാണ് ഞാൻ, മുങ്ങി നടക്കുകയാണ്. 1 കോടി രൂപ ഒരു പ്രശ്നമാണ്. നമ്മളിങ്ങനെ ധ്യാനം കൂടുകയാണ്, കർത്താവേ ഈ കടം ഞാൻ എങ്ങനെ തീർക്കും? പറ്റിച്ചു, ബിസിനസ് പറ്റിച്ചാണ്, ഇല്ലെങ്കിൽ കൃഷിയിൽ ഒരു അബദ്ധം പറ്റിയതാണ്, ഇല്ലേ ആരെയോ വിശ്വസിച്ചാണ്, പറ്റിച്ചു. ഇങ്ങനത്തെ ഒത്തിരി സങ്കടങ്ങളുടെ കഥകളും അനുഭവങ്ങളും നമുക്കുണ്ട്. ഇതെന്നാ നന്മയായിട്ട് മാറാനാണ്? 2 കൊല്ലമായിട്ട് 1 കോടി രൂപ കടമുണ്ട്. കടത്തിന് മേൽ കടം പെരുകി, അത് മാറാൻ വേണ്ടി അടുത്ത ലോൺ എടുത്ത്, ആ ലോൺ തീർക്കാൻ വേണ്ടി വേറെ ലോൺ എടുത്ത്, അത് വേറൊരു കടമായി മാറി. അങ്ങനെ ഒരു കെട്ടിലാണ് നമ്മളിപ്പോൾ. ഇത് എന്ത് നന്മയായിട്ട് മാറാനാണ്? രോഗം വന്ന് നിൽക്കുകയാണ്, അതികഠിനമായ രോഗം, ആശുപത്രികൾ മാറി മാറി കയറി, ഒത്തിരി ഡോക്ടേഴ്സിനെ കണ്ടു. വചനം പറയാണ് ഇത് നന്മയ്ക്കായി മാറും. എന്ത് നന്മ? നമ്മൾ ചോദിച്ചു പോകും, നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്തു പോകും. നിങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞ് അപകടത്തിൽപ്പെട്ടു, മരണപ്പെട്ടു. നൗ തിങ്സ് ഗെറ്റ് സീരിയസ് അല്ലേ? ഇപ്പം കാര്യങ്ങൾ സീരിയസ് ആവും. 1 കോടി രൂപ പോലെയൊന്നുമല്ല, ഒരു കടം പോലെയൊന്നുമല്ല. വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞ് മരണപ്പെട്ടു, എന്നിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമായിരിക്കുമോ ഇത് നന്മയ്ക്കായി മാറും? എന്ത് നന്മ? നമ്മൾ ചോദിക്കും, നമ്മളോട് ഇത് പറഞ്ഞു തരുന്നവരെ വരെ നമ്മൾ ചോദിച്ചു പോകും. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയി, നിങ്ങളിൽ നിന്ന് മാറിപ്പോയി, മരണത്തെക്കാൾ വേദനിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളെ പറ്റിച്ച് വിട്ടേച്ചു പോയി. ഇത് നന്മയ്ക്കായി മാറുമെന്നാണോ? എന്ത് നന്മ? നമ്മൾ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിനാണ് ആ വചനത്തിൻ്റെ അർത്ഥം നമുക്ക് ശരിക്കും പിടികിട്ടുന്നത്. കർത്താവ് ഉദ്ദേശിക്കുന്ന നന്മ എന്താണ്? നമ്മൾ ചിലപ്പോൾ നമ്മുടെ നോർമൽ ലാംഗ്വേജിൽ നമ്മൾ കേട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച സമൃദ്ധിയുടെ സുവിശേഷങ്ങളിൽ കർത്താവ് ഈ 10 കോടിയുടെ കടം 10 കോടി ആക്കി തരും, നിനക്ക് 10 കോടി പേർക്കും കടം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും എന്നൊക്കെയുള്ള സമൃദ്ധിയുടെ പ്രലോഭിപ്പിക്കുന്ന സുവിശേഷങ്ങളിൽ മുങ്ങി വീണ ഒരു ജനതയാണ് നമ്മൾ. നന്മ സംഭവിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന നന്മയല്ല, കർത്താവ് ഉദ്ദേശിക്കുന്ന ഒരു നന്മയിലേക്ക് കർത്താവ് ഇത് നയിക്കും. അതായത് ഈ കടത്തെ, ഈ രോഗത്തെ, ഈ വേദനയെ, ഈ തിരസ്കാരങ്ങളെ, വീട്ടിലുണ്ടായി മരണത്തെക്കാൾ വേദനിപ്പിക്കുന്ന ചില വേർപാടുകളെ നിങ്ങളത് ഈശോയുടെ കയ്യിലോട്ട് കൊടുത്താൽ, കർത്താവെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെങ്കിൽ ഈ കണ്ണുനീര് തോരാത്ത ഈ രാത്രിയിൽ, എൻ്റെ ചങ്ക് പിടയ്ക്കുന്ന ഈ വിഷമത്തിൽ, എൻ്റെ ശ്വാസം നിലച്ചു പോകുന്ന ഈ വീർപ്പ് മുട്ടിക്കുന്ന അനുഭവം, ഇതും നന്മയ്ക്കായി മാറും. ഞാൻ ഉദ്ദേശിക്കുന്ന നന്മയല്ല, എൻ്റെ കർത്താവ് ഉദ്ദേശിക്കുന്ന നന്മയിലേക്ക് ഇത് എത്തും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ നന്മ ഇതാണ്. ഈ രോഗം മാറി ആരോഗ്യം പുനഃസ്ഥാപിക്കണം. കർത്താവിൻ്റെ നന്മ നമ്മളെ ചിന്തിക്കുന്നതിനെക്കാട്ടപ്പുറമായിരിക്കും. അതുകൊണ്ട് ഈ വചനം നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പ്രലോഭിപ്പിക്കരുത്. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ഒരു സംശയമില്ല, സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും. ആരുടെ നന്മ? കർത്താവ് ഉദ്ദേശിക്കുന്ന നിന്റെ നന്മ. നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ നന്മയല്ല. ആ നന്മ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ ആയിട്ട് കാണുന്ന കഥാപാത്രങ്ങൾ, അവരുടെ ജീവിതത്തിലുണ്ടായ പല സഹനങ്ങൾ, ഉത്തരം കിട്ടാത്ത അനുഭവങ്ങൾ, ഒട്ടും ഒരു വെളിച്ചം പോലും കാണാത്ത സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കർത്താവ് നന്മയ്ക്കാക്കി മാറ്റി. 1-2 ഉദാഹരണങ്ങൾ പെട്ടെന്ന് എടുത്താൽ, ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്ന സംഭവങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഒന്ന് പഴയ നിയമത്തിലെ ജോസഫ്. കർത്താവിൻ്റെ കൂടെ നിന്നവനാണ്, സ്വപ്നം കണ്ടവനാണ്, ആരും ഉപദ്രവിക്കാതെ മിടുക്കനായിട്ട് നിന്നവനാണ്. അവൻ്റെ സ്വപ്നങ്ങളുടെ പിന്നാലെ നടന്നവനാണ്. അത്രയും കർത്താവിനോട് ചേർന്ന് നിന്ന ജോസഫിനെ കാരാഗൃഹത്തിൽ പെടുത്താതെ കർത്താവിന് വേണേ രക്ഷിക്കായിരുന്നു. ശരിയാണോ? പറ. രക്ഷിക്കായിരുന്നു. കാരണം അവൻ കർത്താവിനോട് അത്രയും ചേർന്ന് നിന്നല്ലേ. ഇനി അവൻ അനുഭവിച്ച വേദന ചെറുതാണോ?
കാരാഗ്രഹത്തിൽ വീഴുക എന്നുള്ളതാണോ, സഹോദരങ്ങൾ ചവിട്ടി കുഴിയിലിടുകയാണോ? ഏതാ ഏറ്റവും വലിയ വേദന? പറ. നിങ്ങളിൽ ആരും ജയിലിൽ പോയിട്ടില്ല, പക്ഷെ മറ്റേ സംഭവം മിക്കവാറും കിട്ടിയിട്ടുള്ളവരായിരിക്കും, കുഴി വീണിട്ടുള്ളവരാണ്. പറ, ഏതാ വേദന കൂടുതൽ? സഹോദരങ്ങൾ നിങ്ങളെ പിടിച്ച് കുഴിയിലിടുക എന്നുള്ളതാണ്. സഹോദരങ്ങൾ വെച്ചാൽ സ്വന്തം രക്തം എന്ന് വേണ്ട, നിങ്ങൾ അത്രയും ചേർന്ന് നിന്നവർ. കാരാഗ്രഹത്തിൽ വീഴുന്നതിനെക്കാട്ട് വലിയ വേദനയാണ് കുഴിയിൽ പിടിച്ചിടുക എന്നുള്ളത്. ജോസഫിന്റെ ലൈഫ് ഓർത്താൽ മതി. അത്രയും വലിയ സഹനത്തിൽ നിന്ന് കയറിപ്പോന്നവനാണ്. ഇനി വേണേ കർത്താവിന് ഈ കാരാഗ്രഹം ഒഴിവാക്കി കൊടുക്കത്തില്ലേ? എടാ മോനെ, നിന്നെ അങ്ങ് എത്തിക്കാൻ വേണ്ടി ഈ സഹനം മതിയടാ അല്ലേ? നമ്മളും ചോദിക്കുക, കർത്താവെ ചെറുപ്പം മുതലേ സഹിക്കാം, എന്തിനാണ് ഇപ്പോഴും? ഇനി എന്ത് നന്മയാണ് കർത്താവ് നീ എന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ജോസഫ് ചോദിച്ചിട്ടുണ്ടാവോ എന്നറിയില്ല, നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഇത്രയും വേദന അനുഭവിച്ചതിന് കാരാഗ്രഹം ഒഴിവാക്കായിരുന്നു. ഒഴിവായോ? ഇല്ല. പക്ഷെ ആ കാരാഗ്രഹത്തിൽ കടന്നതുകൊണ്ട് മാത്രമാണ് അവനൊരു സ്വപ്നം വ്യാഖ്യാനിക്കാനും ആ സ്വപ്ന വ്യാഖ്യാനം വഴി സിംഹാസനത്തിലെത്താനും പറ്റിയത്. കുഴി കിടന്നാൽ സിംഹാസനത്തിൽ എത്തില്ല. സിംഹാസനത്തിൽ എത്തണമെങ്കിൽ എവിടെ കിടക്കണം? കാരാഗ്രഹത്തിൽ കിടക്കണം. അതുകൊണ്ട് കർത്താവെ, എന്തുകൊണ്ട് ഒരു വേദന കഴിഞ്ഞിട്ട് അതിനെക്കാട്ടും വലിയ വേദന എനിക്ക് തന്നു? കർത്താവ് ഇത് നന്മയ്ക്കാക്കി മാറ്റും. ആരുദ്ദേശിക്കുന്ന നന്മ? കർത്താവ് ഉദ്ദേശിക്കുന്ന നന്മ. മനുഷ്യർ ഉദ്ദേശിക്കുന്ന നന്മ ഇത്രേ ഉണ്ടാവുള്ളൂ. സഹോദരങ്ങൾ പിടിച്ച് കുഴിയിലിട്ടിട്ടും ആ കുഴിയിൽ നിന്ന് കയറിയതാണ് നന്മ. കാരാഗ്രഹത്തിൽ വീണിട്ടും ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതാണ് നന്മ. പക്ഷെ കർത്താവ് ഉദ്ദേശിക്കുന്ന നന്മ കുഴിയിൽ നിന്ന് കയറി കാരാഗ്രഹത്തിൽ നിന്ന് കയറി എവിടെ? കൊട്ടാരത്തിൽ. അതാണ് കർത്താവ് ഉദ്ദേശിക്കുന്ന നന്മ. അതുകൊണ്ടാണ് ഉൽപ്പത്തി 50:20 ജോസഫ് ഇങ്ങനെ പറയും, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, ദൈവം അത് നന്മയാക്കി മാറ്റി. അർത്ഥം പിടികിട്ടുന്നുണ്ടോ? എൻ്റെ നന്മയാക്കി എന്നല്ല, കർത്താവ് ഉദ്ദേശിച്ച ആ നന്മയിലേക്ക് എത്തി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നന്മയിലേക്ക് എത്തിയിട്ടേ പല സഹനങ്ങളും തീരത്തുള്ളൂ. ആ നന്മയിലേക്ക് എത്തിച്ചിട്ടേ ചില സഹനങ്ങൾ തീരത്തുള്ളൂ. നമ്മളല്ലാണ്ട് ഇങ്ങനെ പാടുപെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കർത്താവേ ഇതെന്നെ മാറാത്ത ഇത് മാറാത്തതല്ലെന്ന്. കർത്താവ് ഉദ്ദേശിക്കുന്ന നന്മയിൽ എത്തിച്ചിട്ടേ കർത്താവ് വിടത്തുള്ളൂ. കാരണം തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്, അതാരാണ്? നമ്മൾ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ശുശ്രൂഷ കഴിഞ്ഞ്, ഈ വചന ശുശ്രൂഷ കഴിഞ്ഞിട്ട് നമുക്കൊരു പരാതി ഉണ്ടാകാൻ പാടില്ല. സങ്കടം വരും, അത് ഞാനും നിങ്ങളുമൊക്കെ സങ്കടപ്പെടും. പക്ഷെ നമുക്ക് എന്തില്ല? പരാതികൾ ഉണ്ടാവില്ല. കാരണം ഇത് കർത്താവ് എന്താക്കി മാറ്റും എന്ന് പറഞ്ഞ്? നന്മയാക്കി മാറ്റും. ജോസഫിൻ്റെ ഉദാഹരണം പോലെ തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് പഴയ നിയമത്തിലെ ദാനിയേൽ. കർത്താവിൻ്റെ സ്വരമൊക്കെ കേട്ട് കർത്താവിൻ്റെ വചനങ്ങളെയൊക്കെ വ്യാഖ്യാനിച്ച് മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ചൊക്കെ പ്രവചിച്ച് നല്ല മിടുക്കനായൊരു പ്രവാചകനാണ്. ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് വലിയ വലിയ അഭിവൃദ്ധിയിലെത്തി. ശത്രുരാജ്യത്ത് പോലും ഭരണാധികാരിയാവാൻ വേണ്ടിയിട്ട് ജോസഫിനെ പോലെ തന്നെ ഒരു ഉന്നത സ്ഥാനത്തേക്ക് കർത്താവ് തിരഞ്ഞെടുത്ത് വെച്ച ദാനിയേലാണ്. പക്ഷെ ഒരു കുഴി പെട്ടു. എന്ത് കുഴിയിൽ? സിംഹക്കുഴിയിൽ. കർത്താവിനെ ഒഴിവാക്കാൻ പാടില്ലേ? ചെറുക്കന് ഒന്നാമതേ സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, മറ്റൊരു രാജ്യത്താണ്, ശത്രുരാജ്യത്താണ്, തിരിച്ചു പോകേണ്ടതാണ്. അതിൻ്റെ ഇടയ്ക്ക് അവനെ സിംഹക്കുഴി കൊണ്ട് ഇടേണ്ട കാര്യമില്ല. പക്ഷെ ആ സിംഹക്കുഴിയിൽ കിടന്നാലേ അവന് ദൂരദേശത്തുള്ള പ്രവാചകനെ മുടിക്ക് പിടിച്ച് ഇവിടെ ഭക്ഷണം കൊണ്ടെത്തിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഈ സിംഹക്കുഴിയും നന്മയ്ക്കായി മാറും. സിംഹത്തിൻ്റെ വായടയുക എന്നുള്ള നന്മയല്ല, കർത്താവ് ഈ സിംഹക്കുഴിയിലും നിന്നെ കരുതുന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരസാധ്യമായ ഒരു വിശ്വാസത്തിലേക്ക് എത്തിക്കണമെങ്കിൽ നീ സിംഹക്കുഴിയിൽ പെട്ടേ മതിയാവും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. പഴയ ദൈവത്തിൽ എനിക്ക് വളരെയധികം എനിക്കൊന്നും ഞങ്ങൾ സുവിശേഷ പ്രഘോഷകർക്കൊക്കെ വളരെയധികം വളരെ ഇഷ്ടമുള്ളൊരു പ്രവാചകനാണ് ജെറമ്യാ പ്രവാചകൻ. ഞങ്ങളെപ്പോലെയൊക്കെ തന്നെ സങ്കടവും പരാതിയും വഴക്കുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രവാചകനാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം എടുക്കാം, അതിൻ്റെ 11-ാമത് അധ്യായം. ജെറമ്യാ 11. ജെറമ്യായെ ഇങ്ങനെ കർത്താവ്, നല്ല രസമല്ലേ ആ വചനം കേൾക്കാൻ. ഞങ്ങൾ മിക്ക അച്ഛന്മാരുടെയും പട്ടത്തിൻ്റെ കാടയിൽ അതുണ്ടാവും, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. അതിങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴാണ് നല്ല രസമായിട്ട് മാറുന്നത്. നല്ല രസമാണ്. പിന്നെ വചനമൊക്കെ ഞങ്ങൾ വേറെ എടുക്കുന്ന വചനങ്ങളാണ് ഇനി വായിക്കാൻ പോകുന്നത്. ഞാൻ എല്ലാവരും കാര്യമായിട്ട് പറഞ്ഞല്ലോ കേട്ടോ. 2 സങ്കടങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ നോക്കിയ 11-ാമത്തെ അധ്യായത്തിൽ 19-ാം വാക്യം. എന്നാൽ കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ശാന്തനായ കുഞ്ഞാടിനെ പോലെ ആയിരുന്നു ഞാൻ. ആര്? ജെറമ്യാ. ഞാനല്ല കേട്ടോ, ഞാൻ കുഞ്ഞാടിനെ പോലെ ഒന്നല്ല. എനിക്ക് സങ്കടമൊക്കെ വന്ന് ഞാൻ ഇങ്ങനെ മുട്ടനാടായിരുന്നെങ്കിൽ എന്നെ വിഷമിപ്പിച്ചവരെ കുത്തി കുഴിയിലിടാമായിരുന്നു എന്നൊക്കെ ചിന്തിച്ച മണ്ടനച്ചനാണ് ഞാൻ. അടുത്ത വചനം ഇങ്ങനെയാണ്, 19-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം. അവൻ്റെ പേര് ഇനിമേൽ ആരും ഓർമ്മിക്കരുതെന്ന് പറഞ്ഞ് അവർ ഗൂഢാലോചന നടത്തിയത് എനിക്കെതിരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ജെറമ്യാ ഇങ്ങനെ സങ്കടം പറയാണ്. 20-ാം വാക്യത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ്, പ്രതികാരം കാണാൻ എന്നെ അനുവദിക്കണമേ, അവിടുന്നാണല്ലോ എൻ്റെ ആശ്രയം. ഇങ്ങനെ വിഷമിച്ച് ജെറമ്യാ കുറേ സങ്കടങ്ങൾ പറയുന്നുണ്ട്. ഇനി
16-ാമത്തെ ഇതേ അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, ജെറമിയ ഏകാകി. ആരുമില്ല, സങ്കടം പറയാനും ആരുമില്ല, സന്തോഷം പറയാനും ആരുമില്ല, ഒത്തിരി സഹനങ്ങൾ. പറയുന്ന മുമ്പേ പറഞ്ഞുമായിട്ട് കണക്ട് ചെയ്യണേ. ഉത്തരത്തിലായിരുന്നപ്പോഴേ കർത്താവ് തിരഞ്ഞെടുത്ത് നന്മയുടെ വഴി, അനുഗ്രഹത്തിൻ്റെ വഴി ഒക്കെ വഴി കൊടുത്തവനാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേനും ജെറമിയക്കെതിരെ ഗൂഢാലോചന, ജെറമിയ ഒറ്റയ്ക്കായി പോകുന്നു. ഇനി വലിയൊരു സങ്കടമാണ്. 20-ാമത്തെ അധ്യായത്തിൽ ജെറമിയ കർത്താവിനോട് നല്ല മുട്ടം വഴക്കുണ്ടാക്കുകയാണ്. ജെറമിയയുടെ പരാതി, ആ പരാതി എങ്ങനെയാണെന്നറിയോ? 20-ാമത്തെ അധ്യായത്തിൽ 7-ാം വാക്യമാണ്, കർത്താവെ അങ്ങ് എന്നെ വഞ്ചിച്ചിരിക്കുന്നു, ഞാൻ വഞ്ചിതനായി. കർത്താവെ നീ എന്നെ പറ്റിച്ചു. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നല്ലേ? ഗൂഢാലോചനയൊന്നും വന്നിട്ടില്ലേലും, കുഞ്ഞാടിനെ പോലെ നിങ്ങളായിട്ടില്ലേലും, ഞാനും നിങ്ങളൊക്കെ ഈ പരാതി പറഞ്ഞിട്ടുണ്ട്. കർത്താവെ നീയേ ഉണ്ടായിരുന്നുള്ളൂ, നീയും കൂടെ എന്നെ പറ്റിച്ചു പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കണ്ണ് നിറഞ്ഞു വരുന്ന എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. നീയും കൂടെ, ചങ്ക് പൊട്ടി ചിലപ്പോൾ പള്ളിയിൽ പോയിട്ട് പറഞ്ഞാണ്, നീയോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കർത്താവേ. ഉത്തരം കിട്ടുമോ? ഉത്തരം കിട്ടത്തില്ല. എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാർ, നിങ്ങൾ അക്രൈസ്തവ സഹോദരങ്ങളെ ഈ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ, ഞാൻ കുറച്ച് നാൾ മുമ്പ് നാട്ടിൽ പോയ സമയത്ത് വളരെ അടുത്ത സുഹൃത്താണ്, ചെറുപ്പം മുതലേ നല്ല പരിചയമുള്ള സുഹൃത്താണ്, ഒരു ഹൈന്ദവ സഹോദരനാണ്. അപ്പോൾ എന്നോടിങ്ങനെ പറഞ്ഞു, അച്ചോ ജീവിതം എങ്ങനെ പോകുന്നു? ഞാൻ പറഞ്ഞു നന്നായിട്ട് പോകുന്നു. പ്രാർത്ഥനയൊക്കെ എങ്ങനെ പോകുന്നു? ഞാൻ പറഞ്ഞു നന്നായിട്ട് പോകുന്നു. അച്ഛൻ ഏറ്റവും സന്തോഷമുള്ളപ്പോഴാണ്. ഞാൻ പറഞ്ഞു എനിക്ക് കുർബാനയൊക്കെ ചെല്ലുമ്പോൾ, അവനിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലോ, എന്നാലും നമ്മൾ പറഞ്ഞു കൊടുക്കാം. ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അച്ഛൻ ആരോടാ പ്രാർത്ഥിക്കുന്നത്? അവന് ഉത്തരം അറിയാം, എന്നാലും ഇങ്ങനെ ചുമ്മാ എന്തോ നമുക്കിട്ട് ചൊറിയാൻ വേണ്ടിയിട്ട് വന്നാണ്. കൂട്ടുകാർക്കല്ലേ ചൊറിയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ ഈശോയോട്. അതെന്താ ഈശോയോട് പറയണേ? ഞാൻ പറഞ്ഞു വേറെ ആരോട് പറയാൻ? നിങ്ങളുടെ കാര്യം കഷ്ടം തന്നെ കേട്ടോ എന്ന് പറഞ്ഞോട്. നിങ്ങളുടെ കാര്യം കഷ്ടം തന്നെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താടാ? എനിക്കറിയാം നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ ഒരു വിശ്വാസ കാര്യങ്ങളിലൊക്കെ എന്നോട് അവനിങ്ങനെ വളരെ തമാശ രൂപേണ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്കിട്ടൊരു നല്ല ചോദിച്ചിൽ ചൊറിഞ്ഞു. ഞങ്ങൾക്ക് ഇത് പറയാൻ വേണ്ടി ഒത്തിരി ആൾക്കാരുണ്ട്. മഴയ്ക്കൊരാൾ, വെയിലിനൊരാൾ, ഇടിക്കൊരാൾ, മിന്നലിനൊരാൾ, വെള്ളപ്പൊക്കത്തിനൊരാൾ, വെറൈറ്റീസ് ആൻഡ് വെറൈറ്റീസ്. നിങ്ങൾക്കാകെ ഒരാളെ ഉള്ളല്ലേ? നമ്മുടെ വിശ്വാസമൊക്കെ ഇങ്ങനെ തിളച്ച് കയറുന്ന സമയമാണ്. നമുക്കൊരാളുണ്ടറാ, ഒരൊന്നൊന്നരയാൾ. അവൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഞങ്ങൾക്ക് ഇതൊക്കെ പറയാൻ 10-33 കോടിയുണ്ട്, നിങ്ങൾക്ക് ഒന്നേ ഉള്ളൂ, ആ ഒന്ന് നിങ്ങളോട് മിണ്ടുന്നുമില്ലല്ലേ എന്ന്. ഞാൻ ഉത്തരം പറയാൻ കുറച്ച് താമസിച്ചു, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മിക്കപ്പോഴും ഇത് അനുഭവിച്ചിട്ടുണ്ട്, ശരിയാണോ? സമ്മതിക്കണേ. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഈശോയാണെ മൈൻഡും ചെയ്യുന്നില്ല. ചെറുക്കൻ കളിയാക്കിയത് എൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിലാണ് സ്പർശിച്ചത്. കർത്താവേ നീ ഇത് കേട്ടല്ലോ. നമ്മൾ വലിയ പരാതികളൊന്നും പറയുന്നില്ലേലും മിക്ക സമയത്തും ഇങ്ങനെ ഈശോയുടെ ഈ സൈലൻസ് നമ്മളിങ്ങനെ വിഷമിപ്പിക്കും. എന്തേലും പറ, ഉത്തരം തരുന്നില്ല, അതെങ്കിലും പറ, ഞാൻ വേറെ വഴി നോക്കിക്കോളാം. ചിലപ്പോൾ കർത്താവിനോട് ബിസിനസ് ഡീൽ വെക്കുന്നവരാണ് നമ്മൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറമ്യ അങ്ങനെ ഒരു പരാതി പറയാണ്. നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കർത്താവേ, നീയും കൂടെ എന്നെ പറ്റിച്ചു, ഞാൻ പറ്റിക്കപ്പെട്ടു. അപ്പനും അമ്മയും പറ്റിച്ചപ്പോഴല്ല, ജീവിത പങ്കാളി പറ്റിച്ചപ്പോഴല്ല, മക്കൾ പറ്റിച്ചപ്പോഴല്ല, വിശ്വസിച്ചവർ പറ്റിച്ചപ്പോഴല്ല, നീ എന്നെ പറ്റിച്ചു, ഞാൻ പറ്റിക്കപ്പെട്ടു. ബാക്കിയുള്ളവർ വഞ്ചിച്ചപ്പോൾ പോട്ടെ, അവർ വിഷമിപ്പിച്ചു പോട്ടെ, പക്ഷെ നീ എന്നെ വഞ്ചിച്ചു, ഞാൻ വഞ്ചിക്കപ്പെട്ടു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ്റെ പരാതി, ജെറമ്യയുടെ പരാതി കേട്ടെ. അങ്ങ് എന്നേക്കാൾ ശക്തനാണ്, അങ്ങ് വിജയിച്ചിരിക്കുന്നു, ദിവസം മുഴുവൻ ഞാൻ പരിഹാസപാത്രമായി. തുടർന്നുള്ള വചനം ഇങ്ങനെയാണ്, എല്ലാവരും എന്നെ അപഹസിക്കുന്നു, വായി തുറക്കുമ്പോഴൊക്കെ കർത്താവ് അക്രമം, നാശം എന്നൊക്കെയാണ് ഞാൻ വിളിച്ചു പറയുന്നത്. കർത്താവിൻ്റെ വചനം എനിക്ക് ഇടവിടാത്ത നിന്ദനത്തിനും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. കർത്താവെ, ഒരിക്കൽ മുറുകെ പിടിച്ച നിന്റെ വചനം തന്നെ എനിക്ക് നാണക്കേടിന് കാരണമായി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ സങ്കടപ്പെട്ട ഒരുപാട് ശുശ്രൂഷകരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ സങ്കടം തോന്നാറില്ല. കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ആ വചനത്തിന്റെ പേരിൽ തന്നെ നാണം കെട്ട് വിഷമിച്ചവരുണ്ട്, ശുശ്രൂഷയിൽ ഇറങ്ങിപ്പോയവരുണ്ട്. എന്നാലും കർത്താവ് ഒരു പിടിയും കൂടെ ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ മുറുകെ പിടിച്ച് പിന്നെയും തീ പോലെ നടക്കുന്നവരുണ്ട്. അവരൊക്കെയാണ് സഭയെ മുന്നോട്ട് നയിക്കുന്നത്. ഇട്ടേച്ചു പോയവരല്ല, പിന്നെയും മുറുകെ പിടിച്ചവർ. ജെറമ്യ പോലെ പരാതി പറഞ്ഞിട്ടും കർത്താവിനെ പിന്നെയും മുറുകെ പിടിച്ചവര്. ജെറമ്യ എന്നിട്ട് ഒരു വമ്പൻ തീരുമാനം എടുക്കുന്നുണ്ട്. നിന്റെ വചനം എനിക്ക് നാണക്കേട് കാരണമായി, ഇനി നിന്നെക്കുറിച്ച് ഞാൻ പറയുകയല്ലെന്നല്ല, ഇനി നിന്നെക്കുറിച്ച് ഞാൻ ചിന്തിക്കത്ത് പോലില്ലെന്ന് ജെറമ്യ സങ്കടം പറയുന്നുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിച്ച് നടന്നവര് ജീവിതത്തിൽ വലിയൊരു സങ്കടം വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് അറിയാവുന്ന ഒരു കുടുംബം, വീട്ടിൽ ആ ചേട്ടായിക്ക് ക്യാൻസർ പിടിച്ചു. ചേച്ചി നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഒത്തിരി സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു ക്യാൻസർ രോഗം സുഖപ്പെടാൻ വേണ്ടിയിട്ട്, സൗഖ്യപ്പെടുന്നില്ല. അവസാനം നാട്ടിൽ അറിയപ്പെടുന്ന വലിയൊരു ധ്യാന കേന്ദ്രത്തിലൊരു അത്ഭുത തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചു. അവിടുത്തെ ഒരു പ്രത്യേക പ്രാർത്ഥന രീതി ഫോളോ ചെയ്തു.
കർത്താവിൻ്റെ വലിയൊരു അനുഗ്രഹമെന്ന് സാക്ഷ്യപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു 2-3 മാസത്തെ പ്രാർത്ഥനകൾ കൊടുക്കും. ചെക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേനും ക്യാൻസർ പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടിരിക്കുന്നു. ക്യാൻസർ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു, സാക്ഷ്യപ്പെടുത്തി. വലിയൊരു അത്ഭുതം. ചേച്ചി എന്നാ ചെയ്തു? ആ ധ്യാനകേന്ദ്രത്തിലെ കുറേ ഫോട്ടോ, പീശോടെ ആയിരിക്കാം, മാതാവിൻ്റെ ഒക്കെ ആയിരിക്കാം, രൂപങ്ങൾ, അവിടുത്തെ പ്രാർത്ഥന, അവിടുത്തെ ഭക്തവസ്തുക്കൾ എല്ലാം കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചു. ഭിത്തി മുഴുവനും കൂടെ അങ്ങ് ഒട്ടിച്ചു വെച്ചു. കാരണം അത്രയും സ്നേഹം ഈശോയോടും മാതാവിനോടും. കാരണം ഇവരിത് മാതാവിന് വഴി ഈശോയോട് ഇത് പറഞ്ഞു, ഈശോ ഇത് തന്നു, ഇത് സാക്ഷ്യപ്പെടുത്തണം. അതുകൊണ്ട് വീടിൻ്റെ മുറി മുഴുവൻ ഈ ചേട്ടായി കിടന്ന ഇവരുടെ കിടപ്പ് മുറി മുഴുവൻ കൂടെ ഒട്ടിച്ചു വെച്ചു. കാരണം ഈശോ തന്ന സൗഖ്യമാണ്. ഈശോയെ സാക്ഷ്യപ്പെടുത്തി. നല്ല കാര്യമാണ്. സങ്കടപ്പെടുത്തിയത് പിന്നെയാണ്. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ ചേട്ടായി മരിച്ചുപോയി. ക്യാൻസറുകാരനല്ല, നോർമലി മരിച്ചുപോയി. നമ്മുടെ കയ്യിലല്ലല്ലോ ഇത്. സൗഖ്യപ്പെട്ടു, അതൊരു റിയാലിറ്റിയാണ്. പക്ഷെ സൗഖ്യപ്പെട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചു. ചോദ്യങ്ങളൊന്നുമില്ല, സംശയങ്ങളൊന്നുമില്ല, വിശ്വാസത്തിൻ്റെ പ്രശ്നങ്ങളല്ല. ചേച്ചി എന്നാ ചെയ്തു? മുറി ഒന്ന് അടിച്ചു വാരി. എങ്ങനെ അടിച്ചു വാരി? ഒട്ടിച്ചു വെച്ച പടം മുഴുവനും കൂടെ വലിച്ചു കയറി മേടിച്ച സ്റ്റാച്യു എടുത്തു. അവിടുന്ന് കൊണ്ടുവന്ന സാധനം എല്ലാം കൂടെ വീട്ടുമുറ്റത്തിട്ട് കൂട്ടിയിട്ട് കത്തിച്ചു. സങ്കടത്തിൽ ചെയ്തായിരിക്കാം. ആദ്യം അത്ഭുതം നടക്കാൻ വേണ്ടിയിട്ട് ഉള്ള വിശ്വാസം ഒറിജിനലായിരുന്നു എന്നൊക്കെ നമ്മൾ ചോദ്യം ചെയ്തു പോകുന്ന സമയമാണ്. രണ്ടാമതൊരു പ്രതിസന്ധി വന്നപ്പോൾ ആദ്യം അനുഗ്രഹിച്ച കർത്താവിനെ കൂട്ടിയിട്ട് കത്തിച്ചു. കർത്താവിനെ അല്ല, കർത്താവിൻ്റെ പടം. സങ്കടം കൊണ്ട് ചെയ്യുന്നു പോകുന്നതായിരിക്കാം. നമുക്ക് ആരെയും വിധിക്കേണ്ടതില്ല, ആരുടെയും മനസ്സിനെ നമ്മൾ ഒരു തുലാസിലിട്ട് നോക്കേണ്ടതില്ല. നമ്മളും ചിലപ്പോൾ കത്തിച്ച് കളഞ്ഞിട്ടില്ലേലും പൊട്ടിച്ച് കളഞ്ഞിട്ടില്ലേലും മനസ്സിൽ ഇങ്ങനെ കർത്താവിനെ ഉപേക്ഷിച്ച് കളഞ്ഞ് ആൾക്കാരെന്ത് വിചാരിക്കുമെന്ന് കരുതി പള്ളിയിൽ പോകുന്നവരുണ്ട്. ഒരിക്കൽ ശുശ്രൂഷയിൽ നിന്നവരാണ്, ഒരിക്കൽ കർത്താവിനെ മുറുകെ പിടിച്ചവരാണ്. വലിയൊരു സങ്കടം വന്നു, ഇട്ടെറിഞ്ഞ് പോയി, കർത്താവിനെ മനസ്സിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കളഞ്ഞു. പക്ഷെ നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പ്രാർത്ഥനയുടെ മുഖം മൂടിയിട്ട് നടക്കുന്നവരുണ്ട്. നിങ്ങളെ സങ്കടപ്പെടേണ്ട. അങ്ങനത്തെ ഒരു ക്രൈസിസ് കൂടെ പോകുന്നുണ്ടെങ്കിലും ജെറമ്യാ സങ്കടപ്പെട്ടു. ഞാൻ നിന്നെക്കുറിച്ച് പറയില്ല, ഞാൻ നിന്നെക്കുറിച്ച് മിണ്ടത്തില്ല. ഇത്രയും പ്രാർത്ഥിച്ച, ഇത്രയും വിശ്വസിച്ച, ഇത്രയും നിനക്ക് വേണ്ടി സംസാരിച്ച, ഇത്രയും പള്ളിയിൽ വന്ന, ഇത്രയും ബലിയർപ്പിച്ച, ഇത്രയും വചനത്തിൽ കൂടെ നിന്ന എൻ്റെ കുടുംബത്തിൽ ഇങ്ങനൊരു സങ്കടം തന്നോ കർത്താവേ, ഇനി നിന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന നമ്മളെപ്പോലെ ജെറമ്യാ സങ്കടപ്പെടുക. കർത്താവ് ഇത് നന്മയ്ക്കാക്കി മാറ്റുമോ? ജോസഫിനെ സിംഹാസനത്തിൽ എത്തിച്ചവൻ, ദാനിയേലിനെ സ്നേഹം കൊടുത്തവൻ, ജെറമ്യായി പരാതി പറയുമ്പോൾ ജെറമ്യായുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഒരു സിംഹാസനം ഇട്ട് കൊടുക്കുകയാണ്. ആ സിംഹാസനത്തിൽ, വിശ്വാസത്തിൻ്റെ ആ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ടാണ് 20-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ജെറമ്യാ ഇങ്ങനെ പറയുക: ഈ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും, ഞാൻ പറ്റിക്കപ്പെട്ടെങ്കിലും, എൻ്റെ കൂടെ ആരുമില്ലെങ്കിലും, കർത്താവ് പോലും എന്നെ കൈവിട്ടെന്ന് ഞാൻ ചിന്തിച്ചാലും, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. ഞാൻ കാണുന്നില്ല കർത്താവ് അവിടെ ഉണ്ടോയെന്ന് എനിക്ക് സംശയമൊക്കെ ഉണ്ട്, പക്ഷേ ഐ ബിലീവ്. പൗലോസ്ലീഹ കൊറിന്തോസാർ കത്തെഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നില്ലേ, 2 കൊറിന്തോസ് 5, ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. കർത്താവ് ഇത് നന്മയ്ക്കാക്കി മാറ്റും. എങ്ങനെ? ഇതുവരെ വചനം പ്രഘോഷിച്ചതുപോലെയല്ല. ഇനി 21-ാമത്തെ അധ്യായം മുതൽ നിങ്ങൾ ഈ ജെറമ്യായുടെ പുസ്തകം എടുത്ത് വായിക്കണം. തീ ഇങ്ങനെ ആളിക്കത്തും. അതുവരെ തീ ഇങ്ങനെ എരിഞ്ഞു നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ജെറമ്യായുടെ പ്രഭാഷണങ്ങൾ മുഴുവൻ തീ കത്തിക്കൊണ്ടാണ് പ്രഭാഷിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ സഹനം കർത്താവ് നന്മയ്ക്കാക്കി മാറ്റി. ജെറമ്യായുടെ നന്മയ്ക്കായിട്ടല്ല, കർത്താവ് അവനിലൂടെ ഉദ്ദേശിച്ച ഒരു നന്മയ്ക്കായിട്ട്. ജെറമ്യാ, നീ ഇനി ഇങ്ങനെ പറഞ്ഞാൽ പോരാ, എരിഞ്ഞു നിന്നാൽ പോരാ, ആളിക്കത്തണമെങ്കിൽ ആദ്യം നീ ഒന്ന് പൊള്ളണം. സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങണമെങ്കിൽ ഇതിനകത്ത് നീ കടന്ന് പൊള്ളണം. ചില പൊള്ളലുകളിലൂടെ കർത്താവ് നടത്തി. പൊള്ളൽ മാറിയില്ല, പക്ഷെ പൊള്ളൽ നമ്മളെ മാറ്റി കർത്താവ് ഉദ്ദേശിച്ച നന്മയിലേക്ക് നമ്മളെ നയിച്ചു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഉത്തരം കിട്ടാത്ത 100 കണക്കിന് പ്രാർത്ഥനകളാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ബൈബിളിൽ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരവില്ല. കാനാൻ ദേശം കാണാൻ മോശയ്ക്ക് പറ്റിയില്ല, ഓർത്തേക്കണം. തൻ്റെ മകൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ച ദാവീദിൻ്റെ മുമ്പിൽ ഒന്നും ഉത്തരം കിട്ടിയില്ല. മുള്ളു മാറി കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച പൗലോസ്ലീഹയുടെ മുള്ളു മാറിയില്ല. പൗലോസ്ലീഹയുടെ മുമ്പിൽ കാരാഗ്രഹവും ചങ്ങലയും തെറ്റിദ്ധാരണകളും ബന്ധനങ്ങളും ഒക്കെ തന്നെയായിരുന്നു. പക്ഷെ പൗലോസ്ലീഹയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു, എന്തൊക്കെ സംഭവിച്ചാലും കർത്താവ് ഇത് നന്മയ്ക്കാക്കി മാറ്റും. എല്ലാം അവൻ നന്മയ്ക്കാക്കി മാറ്റും. അപ്പോസ്തല പ്രവർത്തനം 27-ാമത്തെ അധ്യായം എടുക്കാമോ? ആക്ട്സ് ചാപ്റ്റർ 27. പൗലോസ്ലീഹയുടെ ജീവിതത്തിലെ, ശുശ്രൂഷ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡുകളിലൊന്നാണ്. പൗലോസ്ലീഹ റോമിലേക്കുള്ള യാത്ര, ശിക്ഷാ നടപടികൾക്കും വിചാരണയ്ക്കും ഒക്കെ ആയിട്ട് റോമിലേക്കുള്ള കപ്പൽ യാത്രയാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇടയ്ക്ക് വെച്ചൊരു
ഒരു കൊടുങ്കാറ്റും കപ്പൽ നാശവും ഒക്കെ ഉണ്ടാകുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഒരു സൂചന കിട്ടിയിട്ട് പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യം 27-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 27, 23 മുതൽ വചനം ശ്രദ്ധിച്ച് കേട്ടെ. എന്തെന്നാൽ ഞാൻ ആരാധിക്കുന്നവനും എൻ്റെ ഉടയവനുമായ ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഇക്കഴിഞ്ഞ രാത്രി എനിക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, പൗലോസ്, നീ ഭയപ്പെടേണ്ട, സീസറിൻ്റെ മുൻപിൽ നീ നിൽക്കുക തന്നെ ചെയ്യും. നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരെയും ദൈവം നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. ഇപ്പോൾ പൗലോസ്ലീഹ ഒരു യാത്ര പോവുകയാണ്, ഒരു ലക്ഷ്യമുണ്ട്. അവിടെ ലക്ഷ്യത്തിലെത്തുക എന്ന് വെച്ചാൽ വിചാരണ നേരിടുക എന്ന് മാത്രമല്ല, പൗലോസ്ലീഹ റോമിൽ സുവിശേഷം പ്രഘോഷിക്കണം. റോമിൽ അന്നത്തെ കാലത്തെ ഈശോയുടെ ആ കാലത്തെ ലോകത്തിൻ്റെ അതിരിൽ പൗലോസ്ലീഹയ്ക്ക് സുവിശേഷം എത്തിക്കണം. പക്ഷെ മുമ്പിലൊരു തടസ്സമാണ്, കപ്പൽ ഛേദം, കൊടുങ്കാറ്റ്. പക്ഷെ കർത്താവിൻ്റെ ദൂതൻ, കർത്താവ് വന്ന് തന്നെ ദൂതനിലൂടെ വന്ന് സംസാരിക്കുകയാണ്, നിന്നെ എത്തിക്കേണ്ടടുത്ത് ഞാൻ എത്തിച്ചിരിക്കും. ഇപ്പൊ കൊടുങ്കാറ്റുണ്ടായി, അതൊരു സങ്കടമാണ്. ഇപ്പൊ കപ്പൽ ഛേദം ഉണ്ടാകാൻ പോകുന്നു, വലിയൊരു സങ്കടമാണ്. പക്ഷെ ഇത് നന്മയ്ക്കാക്കി മാറ്റും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. തൊട്ടടുത്ത വചനം ശ്രദ്ധിച്ചേ, 25-ാമത്തെ വാക്യം. അതിനാൽ ജനങ്ങളെ, നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കുമെന്ന് എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്തൊരു സുന്ദരമായൊരു വിശ്വാസം നോക്ക്. എന്നോട് പറഞ്ഞതെല്ലാം എൻ്റെ കർത്താവ് പൂർത്തിയാക്കുമെന്ന് എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ലക്ഷ്യമുണ്ട്, നമുക്ക് ഈ വർഷം ജോലിക്ക് കയറണം, ഈ വർഷം കല്യാണം നടക്കണം, ഈ വർഷം കുഞ്ഞുണ്ടാവണം, ഈ വർഷം ഈ സ്വപ്നം സാക്ഷാത്കരിക്കണം, ഈ വർഷം ഈ കടം തീർക്കണം, നാളെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കിട്ടണം. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട് കർത്താവ് ഇത് നടത്തുമെന്ന്. പക്ഷെ ആ പോകുന്ന വഴിയിൽ ഇതാ ഒരു കൊടുങ്കാറ്റ്, കപ്പൽ ഛേദം. നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ വഴി മുടങ്ങുകയാണ്. പക്ഷേ പൗലോസ്ലീഹയെ പോലെ നമുക്ക് പറയാൻ പറ്റണം, എനിക്ക് കർത്താവ് തന്ന ആ സ്വപ്നത്തിൽ, എൻ്റെ മുമ്പിൽ കർത്താവ് ഒരുക്കിയ പദ്ധതി കർത്താവ് എന്നെ എത്തിച്ചിരിക്കും. ഇത് നന്മയ്ക്കാക്കി മാറ്റും. തൊട്ടടുത്ത വചനം ഇങ്ങനെയാണ്, പൗലോസ്ലീഹ പറയും, നമ്മൾ ഒരു ദ്വീപിൽ എത്തിച്ചേരും. വി വിൽ റീച്ച് ആൻ ഐലൻഡ്. ആ ഐലൻഡാണ് മാൾട്ട. മാൾട്ടയിൽ പൗലോസ്ലീഹ സുവിശേഷം പ്രഘോഷിക്കാൻ കാരണമായത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കിട്ടിയ പ്രോത്സാഹനമല്ല, കൺവെൻഷൻ്റെ നോട്ടീസല്ല, അവിടുന്ന് ആരും ഇൻവൈറ്റ് ചെയ്തതല്ല, ഉണ്ടായ കൊടുങ്കാറ്റും കപ്പൽ ഛേദവും കാരണമാണ് എവിടെ സുവിശേഷം എത്തിയത്? മാൾട്ടയിൽ പൗലോസ്ലീഹ സുവിശേഷം എത്തിച്ചത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ചില സമയത്ത് നന്മയാക്കി മാറ്റുമെന്ന് പറയുന്നത് നമുക്ക് കാണാവുന്ന കണ്ണുകളോടെ അല്ല കർത്താവ് കാണുന്നത്. നമ്മൾ വിചാരിക്കും ഈ കപ്പൽ ഛേദത്തിൽ, ഈ കപ്പൽ തകർന്നതിൽ എന്ത് നന്മ. കർത്താവ് ഉദ്ദേശിച്ചൊരു നന്മയുണ്ട്. പൗലോസ്ലീഹ മാൾട്ടയിൽ സുവിശേഷം എത്തിക്കണം. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഇതിനോടൊന്ന് ചേർത്ത് ചിന്തിക്കാൻ പറ്റുമെന്ന് തോന്നേ. എവിടെയെങ്കിലുമൊക്കെ ഒരു തടസ്സത്തിൻ്റെ മുമ്പിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നെങ്കിൽ, ജോലിയില്ലാത്തൊരവസ്ഥ, പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടാത്ത അവസ്ഥ, നിങ്ങൾ കടന്നു പോകുന്ന എന്ത് സാഹചര്യം ആവട്ടെ, നിങ്ങളുടെ ഉറക്കം കെടുത്തി കളഞ്ഞ സാഹചര്യം ആവട്ടെ, ഇതെന്ത് നന്മ ഉണ്ടാകും നമ്മൾ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഓർത്തേക്കണം, വിശ്വസിക്കണം, ഇത് നന്മയ്ക്കാക്കി മാറ്റും. കർത്താവ് എല്ലാം സകലതും നന്മയ്ക്കാക്കി മാറ്റും. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരങ്ങളെ പൗലോസ്ലീഹ പറഞ്ഞ നന്മ ഒന്ന് മനസ്സിലാക്കി നമുക്ക് ഈ ചിന്തകളൊന്ന് അവസാനിപ്പിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനമാണ്. 8-ന്റെ 28, 29 വാക്യങ്ങൾ ഒന്ന് ഒരുമിച്ച് വായിക്കണം. റോമ 8, 28, 29. ബൈബിൾ ഉള്ളവർ എല്ലാവരും ചേർന്ന് നല്ല ഉറക്കെ വായിക്കണം കേട്ടോ. എന്ത് നന്മയാണ് അൾട്ടിമേറ്റ്ലി, ഏറ്റവും വലിയൊരു നന്മ കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കത് വായിച്ചാൽ തന്നെ പൗലോസ്ലീഹ പറയുന്നത് നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. റോമ 8, 28, 29 ഒരുമിച്ച് വായിക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്ക് അറിയാമല്ലോ. ഇനി വായിക്കുന്ന ഭാഗം ഒന്ന് ഏറ്റു പറയണം. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. വചനം പിടികിട്ടിയോ? ആദ്യത്തെ വചനം നമുക്കറിയാം, എല്ലാം നന്മയ്ക്കാക്കി മാറ്റും. നമ്മൾ ഈ പറഞ്ഞതെല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്യാണ്. ആരുടെ നന്മയ്ക്ക്? ആരുദ്ദേശിക്കുന്ന നന്മ? കർത്താവ് ഉദ്ദേശിക്കുന്ന നന്മ. എന്താണ് നന്മ എന്ന് പൗലോസ്ലീഹ പറയാം. 29-ാമത്തെ വാക്യം. തെരഞ്ഞെടുക്കപ്പെട്ടവരെ, മുൻകൂട്ടി നിശ്ചയിച്ചവരെ, കർത്താവിൻ്റെ ഒരു പദ്ധതി ഉണ്ട് അവരെക്കുറിച്ച്. ഒരു നന്മ കർത്താവ് കണ്ടിട്ടുണ്ട്. എന്താണ് ആ നന്മ? തൻ്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കി മാറ്റുക എന്ന് വെച്ചാൽ നമ്മൾ ആരെപ്പോലെ ആയിത്തീരണം? ഈശോയെപ്പോലെ ആയിത്തീരുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ച ഏറ്റവും വലിയ നന്മ. ഈ കടം മാറി കിട്ടുക എന്നോ ഈ രോഗം മാറുക എന്നുള്ളതൊന്നും അല്ല. കാരണം എന്താണ്? ഈ കടം മാറിയാലും അടുത്ത കടമില്ല, അടുത്ത രോഗം വരും. ഓൾ ദി ബെസ്റ്റ് അല്ലേ? അത് ഉറപ്പാണ്. നിങ്ങളുടെ ദേഹത്തേക്ക് അവസാനം എന്നെ പോലെ ഒരാൾ വന്നിട്ട് ഒരു ഇച്ചിരി കുന്തിരിക്ക് ഇടുന്നവരെ ഇത് മാറി മാറി വന്നുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പോക്ക് എനിക്കോ നിങ്ങൾക്കോ ഇല്ല.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അത് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് സമയം കളയാതെ കർത്താവ് ഉദ്ദേശിക്കുന്ന നന്മ എത്രയും പെട്ടെന്ന് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദിസ് ഈസ് റിയൽ സ്പിരിച്വാലിറ്റി. ഇതാണ് യഥാർത്ഥ ആത്മീയത. നിങ്ങൾ ഇങ്ങനെ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു നിയോഗം വെച്ച് നിങ്ങൾ ആരാധിക്കുന്നുണ്ടോ, കുർബാന അർപ്പിക്കുന്നുണ്ടോ, ഇങ്ങനെ ഒരു നിയോഗം വെച്ച് നിങ്ങളുടെ ധ്യാനം പങ്കെടുക്കുന്നുണ്ടോ അറിയില്ല. എന്ത് നിയോഗം? എനിക്ക് എൻ്റെ ഈശോയെ പോലെ ആയിത്തീരണം. ബാക്കിയെല്ലാം കപടാത്മീയത എന്ന് ഞാൻ വിളിക്കുന്നില്ല, നല്ല ഒന്നാം തരം കള്ള ആത്മീയതയാണ്. അച്ഛന് വലിയ ആവശ്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് അച്ഛൻ അങ്ങനെ പലതും പറയും. എനിക്ക് എന്തോരം ആവശ്യങ്ങളുണ്ട്. എത്ര സമയം ഈ ലോഹയുടെ ബട്ടൺസ് ഒരെണ്ണം മാറിപ്പോകുമ്പോഴത്തേനും ബാക്കി 20 എണ്ണം കൂടെ മാറിപ്പോകും. എന്തോരം കഷ്ടപ്പാടുകളാണ് എനിക്ക്. കർത്താവേ ഇന്ന് ബട്ടൺസ് ഇരുന്ന് മാറിപ്പോലെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്കുണ്ട് കഷ്ടപ്പാടുകൾ. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ലൈറ്റായിട്ട് എടുക്കുകയല്ല, നിങ്ങൾ പ്രാർത്ഥിക്കരുതെന്ന് പറയല്ല, നിങ്ങൾ നിയോഗങ്ങളെ സമർപ്പിക്കരുതെന്ന് പറയല്ല. ഇതെല്ലാം നിങ്ങൾ സമർപ്പിച്ചോ, ഈശോയുടെ ഇത് പറയണം. നമുക്ക് വേറെ ആരും പറയാനില്ല, ഈശോയുടെ പറയാനേ ഉള്ളൂ. പക്ഷേ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ, നമ്മുടെ ഭക്ത അനുഷ്ഠാനങ്ങൾ, അഭ്യാസങ്ങൾ, ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഇങ്ങനെ ഇങ്ങോട്ട് പോരട്ടെ ഈശോയെ, ഇങ്ങോട്ട് പോരട്ടെ ഈശോയെ, നീ വരണ്ട ഈശോയെ എന്നൊരു സ്പിരിച്വാലിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. അത് പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ. അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് നമ്മൾ ആകർഷിതരാകുകയാണ്. അവിടെ പോയപ്പോൾ ഇത്രയും പേർക്ക് ഇത്രയും കിട്ടി, അവർക്ക് ഈശോയെ കിട്ടിയോ? ഈശോയെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോകുന്ന ആൾക്കാരുണ്ടോ ഇപ്പം നമ്മുടെ ഇടയിൽ? ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേരള സഭ ഒരു കാലത്ത് തീ പിടിച്ചത്. അതുകൊണ്ടാണ് ഒരു കാലത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ തീ തെളിഞ്ഞ് നിന്നത്. അന്ന് തീ കിട്ടിയവരാണ് ഇന്നും കനൽ എരിഞ്ഞെരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ചൂടിൽ ഇപ്പോൾ കുറെ പേര് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ സ്പിരിച്വാലിറ്റി മാറി, നമ്മുടെ ആത്മീയത പ്രലോഭിപ്പിക്കുന്ന ഒരു ആത്മീയതയായിട്ട് മാറി. അങ്ങനെ പ്രാർത്ഥിച്ചാൽ, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ, ഇവിടെ പോയി പ്രാർത്ഥിച്ചാൽ, ഇത്ര ദിവസം പ്രാർത്ഥിച്ചാൽ ഇത് കിട്ടും, അത് കിട്ടും. ഈശോയെ കിട്ടുമോ? അതിനുവേണ്ടി എന്ത് നിയോഗം നിങ്ങൾ നടത്തുന്നത്? അതിനുവേണ്ടി എന്ത് പ്രാർത്ഥന നടത്തുന്നത്? അതിനുവേണ്ടി എത്ര നിയോഗങ്ങൾ വെച്ച് ബലിയർപ്പിക്കുന്നുണ്ട്? നിങ്ങൾ നിങ്ങളുടെ ഇടവകയിലോ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലോ കുർബാന ചെല്ലിക്കാൻ വേണ്ടി 100 രൂപയോ 150 രൂപയോ കൊടുക്കുക. എത്ര പേരുണ്ട് എനിക്ക് ഈശോയെ കിട്ടണം എന്ന് പറഞ്ഞ് നിയോഗം വെച്ച് കുർബാന അർപ്പിക്കുന്നവർ? ഇന്ന് രാത്രി ആരാധനയ്ക്കിരിക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ രാത്രി ജാഗരണത്തിനിരിക്കുന്ന സമയത്ത് എഴുതി വെച്ച നിയോഗങ്ങൾ ഇപ്പം തുറന്നു നോക്കട്ടെ. എനിക്ക് ഈശോയെ വേണമെന്ന് പറഞ്ഞ് നിയോഗം എഴുതി വെച്ച എത്ര പേരുണ്ട്? ഞാൻ തുറന്നു നോക്കത്തില്ലെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണ് അവിടെ. ഈശോ തരുന്നത് മതി. തരുന്ന ഈശോയെ കപടാത്മീയതയല്ല, കള്ളത്തരമാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരപ്പസ്തോലനും ഒരു യഥാർത്ഥ സുവിശേഷകനും ഈ പ്രലോഭനത്തിൻ്റെ സുവിശേഷം അല്ല പ്രഘോഷിച്ചത്. അത് സുവിശേഷം അല്ല. എല്ലാം കർത്താവ് തരുമെന്നുള്ളതല്ല സുവിശേഷം. എല്ലാം അവൻ നന്മയ്ക്കാക്കി മാറ്റും. ആ സഹനങ്ങൾ മാറും എന്നുള്ളതല്ല, സഹനം നിന്നെ മാറ്റും. ഇതാണ് ഈശോയും അപ്പസ്തോലിക സഭയും നമുക്ക് പഠിപ്പിച്ചു തന്നത്. മരുഭൂമിയിലെ പിതാക്കന്മാർ പഠിപ്പിച്ചു തന്നത്. സഹനം എല്ലാം മാറ്റാനുള്ള ടെക്നിക്കുകൾ, സഹനം മാറ്റാനുള്ള 3 വചനങ്ങൾ, സഹനം മാറാനുള്ള 3 ധ്യാനങ്ങൾ അല്ല പിതാക്കന്മാർ പഠിപ്പിച്ചു തന്നത്. നമുക്ക് ഈ സഹനത്തിൽ നീ ഈശോയെ കണ്ടുമുട്ടാനുള്ള ആത്മീയതയാണ് പഠിപ്പിച്ചു തന്നത്. അതാണ് റിയൽ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി. അതാണ് നമുക്ക് അതിൻ്റെ തനിമയാണ്, അതിൻ്റെ പുണ്യങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സ്വാർത്ഥതയുടെ ആത്മീയതകളിൽ നമുക്ക് നഷ്ടപ്പെടുത്തിപ്പോയത്, നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. വ്യക്തിപരമായിട്ടൊരു അപഗ്രഥത്തിന്, വ്യക്തിപരമായിട്ടൊരു ചോദ്യത്തിന് നിങ്ങളെ വിട്ടുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. എന്താണ് എൻ്റെ ആത്മീയത? എന്താണ് നിങ്ങളുടെ ആത്മീയത? നന്മയ്ക്കായി മാറ്റുമെന്ന് പറയുമ്പോൾ എൻ്റെ നന്മ ഞാൻ ആഗ്രഹിക്കുന്ന നന്മ, അതോ ഈശോ ആഗ്രഹിക്കുന്ന നന്മയോ? ഈശോ ആഗ്രഹിക്കുന്ന നന്മ ഇതാണ്, നീ ആരെ പോലായിത്തീരുക? ഈശോയെ പോലായിത്തീരുക. പൗലോസ്ലീഹ വളരെ ബ്ലണ്ടായിട്ട്, വളരെ ഓപ്പണായിട്ടാണ് അത് പറയുക. സകല നന്മയ്ക്കായി മാറ്റും. എന്ത് നന്മ? തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് നമ്മെ അനുരൂപരാക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരെ അവൻ കണ്ടിരിക്കുന്നു. നമ്മൾ ആരെ പോലെ ആയിത്തീരണം? ആരെ പോലെ? ഈശോയെ പോലെ. ഈശോയെ പോലെ ആയിത്തീരാൻ ഏറ്റവും നല്ല വഴി സഹനങ്ങളാണ്. കാരണം സഹനങ്ങളുടെ മുമ്പിൽ ഈശോ എന്ത് ചെയ്തു എന്ന് മാത്രം പഠിച്ചാൽ മതി. ഇത് മാറിപ്പോട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ആത്മീയതയല്ല ഈശോടത്. ഗത്സമനത്തോട്ടത്തിൽ പ്രാർത്ഥന അവസാനിപ്പിച്ചത് ഇത് മാറിപ്പോട്ടെ എന്നല്ല, പിതാവേ ഇത് മാറിയില്ലെങ്കിലും കുഴപ്പമില്ല, പാനപാത്രം കുടിക്കണം എന്നാണ് നിന്റെ ഇഷ്ടമെങ്കിൽ നിന്റെ ഇഷ്ടം നടക്കട്ടെ. അതാണ് ആത്മീയത. സകല പ്രശ്നങ്ങളെ മാറ്റിയെടുക്കുന്നതല്ല ആത്മീയത. അത് കച്ചവടമാണ്. ആ നാണയത്തുട്ടുകളൊക്കെ തട്ടിത്തെറിപ്പിക്കാൻ കർത്താവ് ഈശോ മിശിഹ വീണ്ടും വരും. ആ മേശ തട്ടിമറിക്കാൻ കർത്താവ് വീണ്ടും ചാട്ടവാറെടുക്കും. അടികൊള്ളുന്നത് ഒരു പക്ഷെ ആദ്യം ഇടയനായിരിക്കും. എസെക്കിയേൽ പ്രവാചകനോട് പറഞ്ഞതുപോലെ, ഇടയാ, എൻ്റെ ചോദ്യം നിന്നോടാണ്. നിന്നോട് പറഞ്ഞ സുവിശേഷമാണോ നീ പറയുന്നത്? കേട്ടോണ്ടിരിക്കുന്ന കുഞ്ഞാടുകളോടും ചോദിക്കും, നിങ്ങൾ എന്ത് തേടിപ്പോയി? നമ്മളിത് രാത്രി ഉറക്കം പോകാൻ ഇത്രയൊക്കെ മതിയെന്ന് തോന്നല്ലേ?
ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ വളരേണ്ട പ്രിയപ്പെട്ട സ്വരങ്ങളെ. ആവശ്യങ്ങൾ ഇങ്ങനെ നീണ്ടു നിൽക്കും, എനിക്കും നിങ്ങൾക്കും. പക്ഷെ നമുക്ക് ഈശോയെ വേണം, ഈശോയെ പോലെ ആയിത്തീരണം. ഏറ്റവും നല്ല വഴി, സകലത്തിൻ്റെ മുമ്പിൽ ഈശോ എങ്ങനെ കണ്ടോ, ഈശോ കണ്ടത് എങ്ങനെയാണ്? പിതാവേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. കാരണം ഒരു ഉറപ്പാണ്, കർത്താവ് പിതാവിൻ്റെ ഇഷ്ടം ബെസ്റ്റായിരിക്കും. നമുക്കിപ്പോൾ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, നിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ, എനിക്ക് ഈശോയെ പോലെ ആയിത്തീരണം. എൻ്റെ സഹനത്തിൽ, എൻ്റെ വേദനയിൽ. ഈ വേദന എന്നെ മാറണം എന്നല്ല, ഈ വേദന എന്നെ മാറ്റണം. ആരെപ്പോലെ ആക്കി തീർക്കണം? ഈശോയെ പോലെ ആക്കി തീർക്കണം. ഇതാണ് ഏറ്റവും വലിയ നന്മ. സകലതും അവൻ നന്മയ്ക്കായി മാറ്റും. ഈ വേദന എന്നെ ഈശോയെ പോലെ ആക്കി തീർക്കും. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നത്, ജീവിതത്തിൻ്റെ ഒടുക്കവും ഇല്ലേ ഈ കാരാഗൃഹത്തിലൊക്കെ കിടക്കുമ്പോഴൊക്കെ ആയിട്ട് പലതവണ പൗലോസ്ലീഹ പറയുക, എനിക്ക് ജീവിതം ക്രിസ്തു, മരണം നേട്ടമാണ്. ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ആ സ്റ്റേജിലേക്ക് നമ്മൾ എത്തണം. എൻ്റെ കർത്താവിൻ്റെ കാരുണ്യം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ നടക്കാം, കരങ്ങൾ രണ്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കും. ഈശോ, ഈ സമയം ഞങ്ങൾ കേട്ട എല്ലാ വചനവും 30 60 അല്ല, 100 മേനി ഞങ്ങൾക്ക് ബലം ചൂടാനിടയാവട്ടെ. ഞങ്ങൾ ഉദ്ദേശിച്ച പ്രാർത്ഥനകളൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടില്ലെങ്കിൽ, ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ, ഈശോയെ, ചില മുള്ളുകൾ മാറിയിട്ടില്ല, ചില ഉത്തരം കിട്ടിയിട്ടില്ല, ഞങ്ങൾ ഉദ്ദേശിച്ച കാനാൻ ദേശം ഞങ്ങൾക്ക് കാണാൻ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ഇത് മാറണമെന്ന് ആഗ്രഹിച്ചു, ഈ വേദന ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ചു, ഈ കാരാഗ്രഹം വേണ്ട എന്ന് ആഗ്രഹിച്ചു. പക്ഷേ കാരാഗ്രഹത്തിൽ വീണു. ഈ സിംഹക്കുഴി വീണു പോകല്ലേ എന്ന് ആഗ്രഹിച്ചു, പക്ഷെ വീണുപോയി. ഈ കപ്പൽ ഛേദമോ കൊടുങ്കാറ്റോ ഒന്നും ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ചു, പക്ഷെ അതെല്ലാം സംഭവിച്ചു. ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു, എല്ലാം എൻ്റെ ദൈവം നന്മയ്ക്കാക്കി മാറ്റും. ഈ കാരാഗ്രഹവും ഈ സിംഹക്കുഴിയും ഈ ജയിലറകളും ഈ തെറ്റിദ്ധാരണകളും ഈ ഗത്സമൻ തോട്ടവും ഈ കുരിശും ഒക്കെ എന്നെ ഈശോയെ പോലെ ആക്കി തീർക്കും. എല്ലാ വേദനയും മാറും എന്നല്ല, എല്ലാ വേദനയും എന്നെ മാറ്റും, എന്നെ ഈശോയെ പോലെ ആക്കി തീർക്കും. കർത്താവേ, നന്ദി പറയുന്നു. എല്ലാ വേദനകൾക്കും, എല്ലാ സങ്കടങ്ങൾക്കും, എല്ലാ കണ്ണുനീരുകൾക്കും എന്നെ അങ്ങിലേക്ക് അടുപ്പിച്ച, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അടുപ്പിച്ച എൻ്റെ എല്ലാ വേദനകൾക്ക്, സങ്കടങ്ങൾക്ക്, തെറ്റിദ്ധാരണകൾക്ക്, ഒറ്റുകൊടുത്ത അനുഭവങ്ങൾക്ക്, ഒറ്റപ്പെട്ടു പോയ സമയങ്ങൾക്ക്, ഉറക്കം കിട്ടാതിരുന്ന രാത്രികളിലേക്ക്, പ്രതീക്ഷയില്ലാത്ത പകലുകൾക്ക് എല്ലാം നന്ദി. കാൽച്ചോട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോയതിന് നന്ദി. പ്രതീക്ഷ അർപ്പിച്ച കമ്പുകൾ ഒടിഞ്ഞു പോയതിന് നന്ദി. ഒരു കാക്കച്ചിറകൻ്റെ പോലും തണൽ കിട്ടാതെ ഞാൻ മരുഭൂമിയിൽ വെന്തുരുകിയതിന് നന്ദി. ഞാൻ നിന്നിൽ ആശ്രയിക്കാൻ, ഞാൻ നിന്നെപ്പോലായിത്തീരാൻ ഈശോയെ നീ ഒരുക്കിയ പാഠങ്ങളായിരുന്നത്. എന്നെ നിന്നിലേക്ക് അടുപ്പിച്ച എല്ലാ സഹനങ്ങൾക്കും, വേദനകൾക്കും, കണ്ണുനീരുകൾക്കും ഈശോയെ നന്ദി. തോറ്റു കൊടുക്കുന്നില്ല ഞാൻ. മുമ്പേ ഓടി ജയിച്ച, സകലത്തിൻ്റെ മേൽ അതിജീവിച്ച, ലോകത്തിൻ്റെ ഞെരുക്കങ്ങളുടെ മേൽ വിജയം നേടിയ ഈശോയെ മാത്രം ഞാൻ നോക്കി നീങ്ങുന്നു. എബ്രായർ 12:2 നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനായ യേശു ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടാൻ. അവൻ തൻ്റെ സഹനമാകുന്ന കുരിശിനെ ഏറ്റെടുത്തു. തൻ്റെ അനുസരണത്തിലൂടെ തൻ്റെ ജീവിതം പൂർത്തിയാക്കി. ഈശോയെ, എൻ്റെ തളർന്ന മുട്ടുകൾ, കൈകാലുകൾ ബലം പ്രാപിക്കട്ടെ. എൻ്റെ തകർന്നുപോയ മനസ്സ് ബലം പ്രാപിക്കട്ടെ. പ്രതീക്ഷ അറ്റുപോയ എൻ്റെ ജീവിതം വീണ്ടും പുത്തൻ പ്രതീക്ഷകൾ നാം വിടട്ടെ. ഒരു പുത്തൻ പുലരി ഉണ്ടാവട്ടെ, പുതിയ പ്രതീക്ഷകൾ ഉണ്ടാവട്ടെ. ഏത് വേദനയിലും നിൻ്റെ മുഖം കാണാൻ എനിക്കിടയാവട്ടെ. നിൻ്റെ മുഖം കാണാൻ സാധ്യമാകുന്ന എല്ലാ സഹനങ്ങളും എനിക്ക് അനുവദിച്ചു തരണമേ. നിൻ്റെ മുഖം കാണാൻ സാധ്യമാകുന്ന എല്ലാ സഹനങ്ങളും എനിക്ക് സാധിച്ചു തരണമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. എല്ലാം നന്മയ്ക്കായി, എൻ്റെ നന്മയ്ക്കായി, എൻ്റെ ദൈവം നൽകിയിടുന്നതെല്ലാം നന്മയ്ക്കായി. എല്ലാം നന്മയ്ക്കായി, എൻ്റെ നന്മയ്ക്കായി, എൻ്റെ ദൈവം നൽകിയിടുന്നതെല്ലാം നന്മയ്ക്കായി. എല്ലാം നന്മയ്ക്കായി, എൻ്റെ നന്മയ്ക്കായി, എൻ്റെ ദൈവം നൽകിയിടുന്നതെല്ലാം നന്മയ്ക്കായി. എല്ലാം നന്മയ്ക്കായി, എൻ്റെ നന്മയ്ക്കായി, എൻ്റെ ദൈവം